ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അർണൂസ് കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തയ്യാറാക്കാൻ പറ്റും ഗ്രീൻ പീസ് കറി. അപ്പോൾ എൻ്റെ ഇതൊക്കെ വെന്ത് കഴിഞ്ഞ് ഞാൻ ഗ്രീൻ പീസ് ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ എൻ്റെ ഗ്രീൻ പീസിന് വേവ് ഉണ്ടാവില്ല, കാരണം പച്ച ഗ്രീൻ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി വരും. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ, അത് പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ അരച്ചെടുത്ത് തേങ്ങ ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇപ്പോൾ തേങ്ങ ചേർക്കാണ്ട് പാൽ ചേർക്കാണ്ടെങ്കിൽ പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ഈ സമയം ചേർത്താൽ മതി. രണ്ടാം പാൽ ഈ സമയം ചേർത്തിട്ട് ഫസ്റ്റ് പാൽ നിങ്ങൾക്ക് ലാസ്റ്റോട്ട് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ തേങ്ങ അരപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ അരപ്പ് കിടന്നുകൊണ്ട് നമ്മുടെ ഗ്രീൻ പീസൊക്കെ വേകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇതിലേക്ക്. അപ്പോൾ നമുക്കിതിനെ മൂടി വെച്ച് വേവിക്കണം. ഇത് മൂടി വെച്ച് വേവിക്കുകയാണ്. എന്നിട്ട് 3 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് വേവിച്ചതാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിന്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പുണ്ടോന്നൊക്കെ നോക്കണം. ഉപ്പുണ്ടോ നോക്കുകയാണ് ഞാൻ. ഉപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയം നമുക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെക്കണം. പിന്നെ ഏകദേശം വെള്ളമൊക്കെ വന്ന് നന്നായിട്ട് ഇത് കുറച്ച് ടൈറ്റായി വന്നിട്ടുണ്ട്. കറി നമുക്ക് മുഴുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാനുണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ഞാൻ ഇടുകയാണ്. മിക്സ് ചെയ്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിക്കണം. അതിനുവേണ്ടി ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാവട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. 1 സ്പൂൺ കടുക് നന്നായിട്ട് പൊട്ടട്ടെ. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറിയുടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗ്രീൻ പീസ് കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.